പാങ്ങോടുള്ള 88 വയസ്സുള്ള വൃദ്ധ ആദ്യം മരണപ്പെട്ടവരിൽ ആദ്യം സ്ഥിരീകരിക്കുന്ന വൃദ്ധയുടെ മരണമാണ്. പാങ്ങോടുള്ള വൃദ്ധയുടെ മരണം. അതിന് പിന്നാലെ അഫാൻ്റെ സഹോദരനായിട്ടുള്ള അഫ്സാൻ, ഇദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്ത്, കൂടാതെ ചുള്ളാളം സ്വദേശികളായ ലത്തീഫ്, ഷാഹിദ ദമ്പതികളാണ് അവർ രണ്ടുപേരും. അങ്ങനെ 5 പേര്, അതായത് പാങ്ങോടുള്ള വൃദ്ധ 1, അഫാൻ്റെ സഹോദരൻ അഫ്സാൻ 2, പെൺ സുഹൃത്ത് 3, ചുള്ളാളം സ്വദേശികളായ ദമ്പതികൾ, ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള ലത്തീഫ്, ഷാഹിദ, അങ്ങനെ 2 പേർ കൂടി ചേർന്ന് മൊത്തം 5 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതോടൊപ്പം അഫാൻ്റെ മാതാവ് ഷെമി ഗുരുതര പരിക്കുകളോടുകൂടി ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ് എന്നുള്ളതാണ് വിവരം. ഇവരെല്ലാം ഇദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഇയാളുടെ അഫാൻ്റെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്, ഏറ്റവും അടുത്ത ആളുകളാണ് എന്നുള്ളൊരു വിവരം കൂടി ഈ മണിക്കൂറിൽ കിട്ടുന്നുണ്ട്. അതായത് ഏറ്റവും അടുത്ത ബന്ധുക്കളെയും ഏറ്റവും അടുത്ത ആളുകളെയും കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അഫാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എലിവിഷം കഴിച്ചതിന് ശേഷം എത്തിയതായി മൊഴി നൽകിയിരിക്കുന്നത്. ഇവരെ വെട്ടിയ കാര്യവും അഫാൻ തന്നെയാണ് പോലീസിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ പേരെ ആക്രമിച്ചിട്ടുണ്ട് എന്ന് പ്രതി തന്നെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഇതിന് കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ ഹാൻസ്? ലാൽ പറഞ്ഞതുപോലെ തന്നെയാണ്. ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 5 പേർ പാങ്ങോടുള്ള വൃദ്ധ, ബാക്കി ഇദ്ദേഹത്തിന്റെ ഈ അഫാന്റെ പെൺ സുഹൃത്ത് സഹോദരൻ അഫ്സാൻ, അതിനോടൊപ്പം തന്നെ 2 ബന്ധുക്കളായിട്ടുള്ള ലത്തീഫ്, ഷാഹിദ എന്നിവരുടെ മരണം തന്നെയാണ് ഉറപ്പിച്ചിരിക്കുന്നത്. അമ്മ ഷെമി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗോകുലം മെഡിക്കൽ കോളേജിലാണ് ഇവരെ എല്ലാവരെയും പ്രവേശിപ്പിച്ചിരുന്നത്. ഇതിൽ 3 പേരെ അഥവാ നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പെൺ സുഹൃത്തിനെയും സഹോദരനെയും അതിനോടൊപ്പം തന്നെ അമ്മയും ഗോകുലം മെഡിക്കൽ കോളേജിലേക്കാണ് ബന്ധുക്കൾ എത്തിച്ചത്. പക്ഷെ ആശുപത്രിയിൽ എത്തിയ ഉടനെ തന്നെ 2 പേർ മരണപ്പെടുകയായിരുന്നു. അഥവാ പെൺസുഹൃത്തും സഹോദരൻ അഫ്സാനും മരണപ്പെട്ടു. അമ്മയാണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സ തുടരുന്നത്. അതിനോട് ഈ പാങ്ങോട് നേരത്തെ ലാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാങ്ങോട് സൽമാ ബീവി എന്നുള്ള 88 വയസ്സുള്ള പ്രതിയുടെ വാപ്പുമ്മ, അവരെയാണ് പ്രതി തലക്കടിച്ച് കൊന്നത്. 5 പേരുടെ മരണം സ്ഥിരീകരിച്ചത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞാൽ